അജു, ഈ പ്രാവശ്യത്തെ ഇലക്ഷന് മുൻനിരയിലുള്ള എല്ലാ സ്ഥാനാർത്ഥികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. തിരുവല്ലയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ ആവശ്യമുണ്ട്. അജുവിന്റെ അഭിപ്രായത്തിൽ തിരുവല്ലയ്ക്ക് അത്യാവശ്യമായി വേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ തിരുവല്ലയ്ക്ക് വേണ്ട മാറ്റമൊന്നല്ല, തിരുവല്ലയുടെ പുരോഗമനം അല്ലെങ്കിൽ വികസനം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളല്ലേ. ഈ തിരുവല്ലയുടെ വികസനത്തെ പറ്റി ഈ തിരുവല്ലക്കാർക്ക് മുഴുവനും എന്തെങ്കിലും ധാരണയുണ്ടെങ്കിൽ, ഞാൻ ഈ പറയുന്ന ഈ ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞൊരു സിസ്റ്റത്തിൽ ഞാൻ നിന്നാൽ അത് സ്വാഭാവികമായിട്ട് നടക്കണം എന്നേ ഞാൻ പറയത്തുള്ളൂ. നടക്കും. മനസ്സിലാവുന്നുണ്ടോ? അത് നമുക്ക് എങ്ങനെ, എന്താണ് ഈ വികസനം? നമ്മുടെ കയ്യിലുള്ള ഫണ്ട് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഡെവലപ്മെന്റിന് യൂസ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ പൊതുജനം ഒരു ഷെയർ ആണത്. ആ ഷെയറിൽ ഡെവലപ്മെന്റ് നടന്നോളും, അത് നടക്കും. അതിനകത്തുനിന്ന് എടുത്തു കളയേണ്ട സാധനം മാത്രമാണ് ഞാൻ പറഞ്ഞ ഈ അഴിമതി. അതെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണോ ആവശ്യം അതെല്ലാം നടത്തണം. അത് നടത്തേണ്ട ആവശ്യമാണ്. അത് നടത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്വം മാത്രമാണ്. എൻ്റെ ഉത്തരവാദിത്വമൊന്നുമല്ല, അത് കൂട്ടായ ഉത്തരവാദിത്വമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഞാൻ ഈ പറഞ്ഞ ഒരു ട്രാൻസ്പെറൻസി നിൽക്കുമ്പോൾ അത് എൻ്റെ മാത്രം ഒരു ലക്ഷ്യവും ഉദ്ദേശവും ഒന്നും ആയിരിക്കത്തില്ല. അത് എല്ലാവരുടെയും ലക്ഷ്യവും ഉദ്ദേശവും നടത്താൻ എല്ലാവരും ഒന്നിച്ച് നടത്തുന്ന ഒരു പരിപാടിയാണ്. പിന്നെ അവിടെ ഈ പറഞ്ഞ ട്രാൻസ്പെറൻസി വരുമ്പോൾ അഴിമതി ഇല്ലാണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നടക്കും. പിന്നെ ഇവിടുത്തെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ നാട്ടിലും ഡെവലപ്മെന്റ് ആ നാട്ടിലെ മനുഷ്യരുടെ അധ്വാനത്തിന്റെ ഫലമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണോ ഉള്ളത് അതിനെ ഏറ്റവും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം തന്നെയല്ലേ ഇത്. അതിനകത്ത് എന്താ തടഞ്ഞു വെക്കാൻ പറ്റുന്നത്? എല്ലാവരുടെ അഭിപ്രായം ഒരുപോലെ എടുക്കുന്നിടത്ത്, എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നിടത്ത് എനിക്കെന്താ ചെയ്യാൻ പറ്റുന്നത്? ഞാനൊരു പ്രതിനിധി എന്ന രീതിയിൽ മാത്രമേ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആദ്യമേ ഊന്നൽ കൊടുക്കുന്ന ഏത് വിഷയത്തിനായിരിക്കും വിജയിച്ചു വന്നാൽ ആദ്യം തന്നെ ഒരു MLA ട്രാൻസ്പെറന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് മറ്റുള്ള MLA മാർക്ക് ഒരു മാതൃകയായിരിക്കും. പിന്നെ ഇവിടെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് സ്റ്റേഡിയം കിടക്കുന്നത് കണ്ടില്ലേ? ബൈപ്പാസിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ലേ? പിന്നെന്താ ആ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് അങ്ങനെ കിടക്കുന്നില്ലേ? പിന്നെ ഇവിടെ അല്ലാതെ തന്നെ സാധാരണക്കാരായ മനുഷ്യർ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഈ പ്രശ്നങ്ങളൊക്കെ അതേ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അടിസ്ഥാന സൗകര്യപരമായ പ്രശ്നങ്ങളാണ്. അതിനെ ഒന്നും കറക്റ്റ് ചെയ്യാൻ ഒരു MLAക്ക് എത്ര മണിക്കൂർ വേണമെന്ന് ഞാൻ ആലോചിക്കത്തുള്ളൂ. മനസ്സിലായോ? ഇതൊക്കെ ഈ പ്രശ്നങ്ങൾ എടുത്ത് വെക്കൂ. നമ്മളൊക്കെ എല്ലാവർക്കും ഒന്നിച്ച് ചെയ്യുന്ന പരിഹാരം ഉണ്ടാക്കാന്നേ ഞാൻ പറയത്തുള്ളൂ. ഒന്നിച്ച് പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ മിണ്ടാതിരിക്കുമെന്നോ അല്ല എനിക്കൊരു അഭിപ്രായം ഇല്ലെന്നോ അല്ല. മനസ്സിലാവുന്നുണ്ടോ? അതിന് വേണ്ടുന്ന എന്തും ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഈ പബ്ലിക് സ്റ്റേഡിയം കഴിഞ്ഞ ദിവസം ആദ്യമായിട്ടാണ് ഒന്ന് വെട്ടിത്തെളിച്ചത്. എങ്ങനെയാ അത് വെട്ടിത്തെളിക്കേണ്ട കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഇത് വന്നു, കലോത്സവം നടത്തണം. അപ്പൊ ഇതുപോലത്തെ ഇവന്റ്സ് കൂടുതൽ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇതെല്ലാം സ്വാഭാവികമായിട്ടും വൃത്തിയായില്ലേ? എന്താ ഇവന്റ്സ് നടത്താൻ പറ്റാത്തവർക്ക്? ഒന്നും പറയാനില്ല. ഇപ്പൊ കേരളത്തിനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിലുള്ളൊരു പ്രശ്നത്തെ പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലായോ? അങ്ങനെ ഇന്ന സ്ഥലം എന്നുള്ള രീതിയിലൊന്നും പറയാൻ പറ്റില്ല. അവിടെ സജി ചെറിയാനെ കൊണ്ട് പറ്റുന്ന പോലെ കുറെ പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. അതുപോലെ ഇവിടെ നടത്താൻ പറ്റുന്ന ഒരുപാട് പരിപാടികളുണ്ട്. എന്ത് വേണേലും നമുക്ക് നടത്താം. ഇതേ പരിപാടികൾ വേണമെങ്കിൽ ഇവിടെ നടത്താവുന്നതേ ഉള്ളൂ. ഈ ഇവന്റ്സ് നടത്തുന്ന അത്ര വലിയ ചടങ്ങുള്ള കാര്യമൊന്നുമല്ല. അത് ഒരു എന്താ പറയണ്ടേ, ഇപ്പൊ ഇവിടെ MLA വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ഏതൊരു ഓർഗനൈസേഷൻ വേണമെങ്കിലും എന്ത് ഇവന്റ് ഇവിടെ നടത്താം. സ്പോർട്സ് ഇവന്റ് നടത്താം, എന്തെങ്കിലും എന്ത് വേണേൽ നടത്താം. നമുക്കിപ്പോ പറഞ്ഞ പോലെ മറ്റേ എന്താ പറയാ, അക്വാ ഫെസ്റ്റ് നടന്നു, പലതും നടക്കുന്ന കണ്ടിട്ടില്ലേ? എല്ലാ സ്പോർട്സ് ഇവന്റ്സ്. ഇവിടെ എന്താ ഗ്രൗണ്ട് ഉണ്ട്, ബാസ്കറ്റ്ബോൾ കോർട്ട് ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ ഒരെണ്ണം അവിടെ പൊളിഞ്ഞു കിടപ്പുണ്ട് ആ സ്റ്റേഡിയത്തിന്റെ അപ്പുറത്ത്. ഇതെല്ലാം ഒന്ന് നല്ല രീതിയിലാക്കി കൊടുത്ത ആൾക്കാർ യൂട്ടിലൈസ് ചെയ്തോളും. വലിയ ഭയങ്കര ഇവിടെ NRIs ആണ്. തിരുവല്ല ഭയങ്കര മെച്ചപ്പെട്ട സ്ഥലമാണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലാൻഡ് മാർക്സ് ആയിട്ടുള്ള 2-3 സ്ഥലങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാൻ ഇന്നലെ ഏഷ്യാനെറ്റുകാർ വന്നപ്പോൾ എവിടെ കാണണമെന്ന് ചോദിച്ചപ്പോൾ പബ്ലിക് സ്റ്റേഡിയത്തിൽ കാണാന്ന് പറയുന്നത്. അവിടെ അതൊരു ലാൻഡ് മാർക്കാണ് തിരുവല്ലയുടെ. എല്ലാ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ അതും ലാൻഡ് മാർക്കാണ്. റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ലാൻഡ് മാർക്കാണ്. ഈ സ്ഥലങ്ങൾ കിടക്കുന്നത് കണ്ടാൽ നമ്മൾ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ എന്തോ ഒരു അതപ്പതിച്ച് ഏതോ സ്ഥലത്ത് നിന്ന് സംസാരിക്കുന്ന പോലെ തോന്നത്തുള്ളൂ. അവിടെ രാത്രിയായ പിന്നെ പറയണ്ട, ഇരുട്ടായി, ഒരു വെളിച്ചം പോലും ഇല്ല. നമ്മുടെ മെയിൻ ലാൻഡ് മാർക്കുകൾ ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ തിരുവല്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഊറ്റം കൊള്ളുന്നതെന്ന് എനിക്ക് മനസ്സിലായി.